അപ്പം എന്താ അതിനൊരു ഉത്തരത്തിന് അല്ല എനിക്ക് സന്തോഷമായി, സന്തോഷം. തൃപ്തനായി. അതെ അല്ലേ? അതെ. അലിനോട് ചോദിക്കട്ടെ, അലിക്ക് ഇപ്പം പ്രണയമുണ്ടോ? പിന്നെ ഇല്ലേ, ഉണ്ടോ? പിന്നെ ഇപ്പോഴുണ്ട് പ്രണയം. ഇപ്പോഴും പ്രണയിച്ചോണ്ടിരിക്കല എൻ്റെ വീട്ടിലിരിക്കുന്ന വൈഫിനെ. അത് മോളുള്ളോണ്ടാ? ഇത് സത്യമാണ് പറയുന്നത് അല്ലേ? ഈ വീട്ടിലിരിക്കുന്ന വൈഫിനെ ഒഴിച്ച് വേറെ പ്രണയം ഉണ്ടെന്നാ ചോദിച്ചത്. പ്രണയം എല്ലാവർക്കും ഉണ്ടല്ലോ. അതാ ചോദിച്ചത്. പ്രണയം എന്ന് വെച്ചാൽ ഏത് രീതിക്കും ആകല്ലോ അല്ലേ? അതെ അതെ. സ്നേഹം, നല്ല സുഹൃത്ത്, അതെ, ഇതാണല്ലോ. ഞാനും അങ്ങനെ തന്നെ അല്ലേ? അതെ അതെ. അപ്പം എന്തായാലും ഞാൻ ഈ പറയുന്ന പോലെ ധ്യാൻ എന്നറിയുന്ന ആളെ സിനിമ ധ്യാൻ പറഞ്ഞൊരു ഷാഫിയുടെ ഒരു പ്രോഗ്രാമിൽ പോയി പറഞ്ഞ ഒരു പോയിന്റാണ്. അതുമായിട്ട് അജു വർഗീസ് പറഞ്ഞത് ഇങ്ങനെ പറയാൻ തൻ്റെ ഇടമുള്ള ഒരാളേ ഉള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. എന്താണ് പറഞ്ഞതെന്നറിയാം? എൻ്റെ സിനിമ കണ്ടില്ലെങ്കിലും നിങ്ങളെല്ലാം എൻ്റെ ഇൻ്റർവ്യൂ കാണണമെന്നാണ് പറഞ്ഞതെന്ന് അല്ലേ? ഷാഫി പറമ്പിലെ ആ കോളേജ് ഫംഗ്ഷൻ പോയപ്പോൾ അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണ്? അല്ല അയ്യോ, ഞാനത് തമാശക്ക് അല്ല എങ്കിലും തമാശ, അത് സീരിയസ് ആയിട്ട് എല്ലാവരും എടുത്തിട്ടുണ്ട്. ഒരിക്കലും ഇല്ല. അല്ല ഞാനത് അതൊന്ന് വിക്ടോറിയ കോളേജ്, പാലക്കാട് വിക്ടോറിയ കോളേജിൻ്റെ യൂണിയൻ ഡേ ഫംഗ്ഷൻ, യൂണിയൻ ഇനോഗ്രേഷനാണ് ഞാൻ പോയത്. അപ്പോൾ ഷാഫി പറമ്പിൽ MLA സുഹൃത്തും കുറേ കാലമായിട്ട് എന്നെ വിളിക്കുന്ന, ഇങ്ങനെ പ്രോഗ്രാമിനൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന പുള്ളി. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആ സമയത്ത് അവിടെ വന്നപ്പം ഒരു സാഹചര്യം ഒത്തപ്പം ഞങ്ങൾ പോയി. അപ്പം സ്വാഭാവികമായിട്ടും കോളേജ് ഫംഗ്ഷനാണല്ലോ, അപ്പം നമുക്ക് പിള്ളേരുമായിട്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ലൈറ്റ് ഹാർട്ടഡായിട്ട് സംസാരിക്കാം. പിന്നെ അവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെ, ഞാൻ സ്റ്റേജിലോട്ട് കയറി വരുമ്പോൾ തന്നെ ആൾക്കാർ ഭയങ്കര, ഞാൻ കുറേ കാലത്തിന് ശേഷം കോളേജ് പരിപാടിക്കൊക്കെ പോകുന്നത്, ഭയങ്കര സന്തോഷവും സ്നേഹമൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും ഇവരൊന്നും എൻ്റെ അടുത്ത കാലത്ത് എൻ്റെ ഒരു സിനിമ എന്തായാലും കണ്ടിട്ട് കാണില്ല. ഈ സ്നേഹമൊക്കെ ഈ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂവിലൂടെ നമുക്ക് കിട്ടിയൊരു ഒരു വെൽക്കമിങ് അല്ലെങ്കിൽ അതെൻ്റെ ആണെന്നുള്ളത്. അപ്പം ഞാൻ അത് വളരെ ലൈറ്റായിട്ട് പറഞ്ഞ കാര്യം. അത് ഞാൻ സീരിയസ് ആയിട്ട് എന്താ വെച്ചാൽ സിനിമ കാണരുതെന്നല്ല. ഏപ്രിൽ 11 ഏട്ടൻ്റെ പടം വർഷങ്ങൾക്ക് ശേഷം റിലീസാണ്. അത് എനിക്ക് വേണ്ടി അല്ലെങ്കിൽ പോലും വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ പുറത്ത് എല്ലാവരും പോയി കാണുന്നുള്ള എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ സിനിമ ഉണ്ടെങ്കിലേ ഇൻ്റർവ്യൂ ഉള്ളൂ. കാരണം സിനിമയുടെ ഇൻ്റർവ്യൂവിനാണ്, പ്രൊമോഷനാണല്ലോ നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും. അതെ, ഈ പറഞ്ഞ പോലെ ഇപ്പം പുതിയ സിനിമ അല്ലേ, നമ്മൾ ഏറ്റവും പ്രതീക്ഷ വെക്കുന്ന സിനിമയാണ്. അതെ, വിനീത് ഡയറക്ഷൻ ചെയ്യുന്ന ഏറ്റവും നമ്മൾ കാണേണ്ട എല്ലാ വ്യക്തികളും ആ സിനിമയിലുണ്ട്. ആ ലൊക്കേഷനിലൊരു ഓർമ്മകൾ, പ്രണവുമായിട്ടുള്ള ഓർമ്മകൾ, നിങ്ങളായിരുന്നു ഏറ്റവും കമ്പനി എന്നാണ് എനിക്ക് തോന്നുന്നത് ലൊക്കേഷനിൽ അല്ലേ? അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ്. മൂന്നാറിലൊക്കെ ആണെങ്കിലും നിങ്ങൾ ഭയങ്കര ജോളിയായിട്ടുള്ള ഇതാണ്. അത്തരം ഒരു ഓർമ്മകൾ എങ്ങനെയായിരിക്കും നിങ്ങൾ ആ ലൊക്കേഷനിലുള്ള ഓർമ്മകൾ? ഒരുപാട് ഓർമ്മകളുണ്ട്. എനിക്ക് ഏറ്റവും അപ്പുവിനെ പറ്റി, പ്രണവിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞിരുന്നു, എനിക്ക് എൻ്റെ അടുത്ത് തന്നെ മലയാളം പുള്ളിക്ക് എഴുതാനും വായിക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം പുള്ളി അത് ഫുൾ ഇംഗ്ലീഷിലാക്കി സ്ക്രിപ്റ്റ് മൊത്തം എന്ന് വെച്ചാൽ എൻ്റെ ഡയലോഗ് അടക്കം, അവന് കൗണ്ടർ ഡയലോഗ് അടക്കം പഠിച്ച് കൃത്യമായിട്ട് അത്രയും സ്ക്രിപ്റ്റ് മൊത്തം പഠിച്ചിട്ട് പ്രിപ്പയർഡായിട്ടാണ് അപ്പു വന്നത്. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ലാൽ സാറിൻ്റെ ഒരു മകൻ്റെ ഒരു നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആ പുള്ളി തരില്ല. എല്ലാവരോടും ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും ഒരുപോലെ പെരുമാറാൻ പറ്റുന്ന ഒരാളോട് നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കുമല്ലോ. എന്ന് വെച്ചാൽ സെറ്റിലുള്ള എല്ലാവരുടെ അടുത്തും ഒരേപോലെ പെരുമാറുകയും അയാളൊരു ഇത്രയും വലിയൊരു നടൻ്റെ മകനാണെന്നുള്ളൊരു ചിന്തയില്ലാതെ, അപ്പോൾ അങ്ങനെയുള്ളൊരു പെരുമാറ്റം, അയാളുടെ ബിഹേവിയർ, അതൊക്കെയാണ് നമ്മൾ അയാളോട് നമുക്കൊരു ഇഷ്ടം തോന്നുന്നതും, അല്ലെങ്കിൽ അയാളുടെ ഒരു പേഴ്സണാലിറ്റിയോട് നമുക്കൊരു സ്നേഹം തോന്നും. എനിക്ക് തോന്നുന്നു ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് ഏറ്റവും വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം, ഞാൻ അധികം അറിയാം, ഞാൻ അധികം മദ്യപാനം എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. ഞാൻ കുറേ കാലത്തിന് ശേഷം ഞാൻ ഒരാളുടെ കൂടെ ഇരുന്ന് ഒരു പെഗ് അടിക്കണം എന്ന് ആഗ്രഹിച്ചത്, അവൻ ഒരു പെഗ് അടിക്കണം എന്ന് എനിക്കൊരു നീട്ടി തന്നപ്പോഴാണ് ഞാൻ വർഷങ്ങൾക്ക് ശേഷം ആ പടത്തിൻ്റെ സെറ്റിൽ വെച്ച് ഒരു പെഗ് അടിച്ചത്. അത് എൻ്റെ ഒരു ഓർമ്മയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു കമ്പനി കൂടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, ഈ ആളുടെ കൂടെ ഒരു കമ്പനി കൂടാന്നൊക്കെ. അങ്ങനെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ കൂടെ ഇരുന്നിട്ടാണ് ആദ്യമായിട്ട് അവനൊരു ഡ്രിങ്ക് ഓഫർ ചെയ്ത് തന്നപ്പോൾ അവൻ അന്ന് ഇതൊരു ഓർമ്മ പോലെ പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കള്ളു കുടിച്ച് അവിടെ അലമ്പുമായിരുന്നെന്നല്ല, പക്ഷേ അത് ആ ഒരു സെഷൻ അന്നത്തെ രാത്രി ഭയങ്കര രസകരമായ ഒരു രാത്രിയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അധികം സമയം ഉണ്ടായിരുന്നില്ല. കാരണം 6 മണിക്ക് എല്ലാ ദിവസവും 6 മണിയാകുമ്പോൾ ഷൂട്ടിന് വിളിച്ച് കൊണ്ടുപോകുന്ന ഒരു കൃത്യം 6 മണിക്ക് ഫസ്റ്റ് ഷോട്ട് എടുത്തിരുന്നൊരു സെറ്റായിരുന്നു. എല്ലാ ദിവസവും 9 ഒരു ഷൂട്ടുണ്ട്. അപ്പം ഏറ്റവും നല്ല ഓർമ്മകളാണ് ആ 40 ദിവസത്തോളം അപ്പുവായിട്ടുള്ളത്.